ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. ഞാൻ രാവിലെ എണീച്ചതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഫുഡ് കഴിച്ചു. ഇപ്പം ഞാൻ ചായ ഒക്കെ കുടിച്ച് ഇന്ന് പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് നേരം ഫോണും തോണ്ടിയിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു മുടിയൊക്കെ ചത്ത് കിടക്കുക. സോ നമുക്ക് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുളിച്ച് താളിയൊക്കെ തേച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താന്നൊരു ഇച്ചിരി സെൽഫ് കെയർ ഒക്കെ ചെയ്ത് അങ്ങനെ പോകാനൊക്കെ വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ വന്നിങ്ങനെ ഇരിക്കുക. നോക്കട്ടെ, ഇതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നോക്കാം, നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ. ഇതൊക്കെ പറഞ്ഞ് ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണപ്രിയ. ഞാൻ നാട്ടിൽ വന്ന് ഞങ്ങൾ കുറേ കഥകളുണ്ടല്ലോ പറഞ്ഞിങ്ങനെ തീർക്കുകയാണ്. പക്ഷേ ഞങ്ങളെ വിളിക്കും കേട്ടോ, വിളിച്ചാലും ഇതേപോലെ തന്നെയാണ്, കുറേ നേരം സംസാരിക്കാനുണ്ടാവും. എന്നാലും കഥ തീരത്തില്ല. നാട്ടിൽ വന്ന് ഇതേപോലെ കുറേ ഇനിയും പറഞ്ഞു തീരാണ്ടെന്ന്. എപ്പോൾ വിളിച്ചാലും ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ അവിടെ കുറേ കഥയും പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഈ ഫിൽറ്റർ. तड़पाओगी तड़पा हम तड़क तड़क तड़पी क्या रोड़ा ओके फाइन. പിന്നെ ഇതേപോലെ കുറേ സ്നാപ്പിൽ ഓരോ ഫിൽറ്റർ ഇട്ട് ഇങ്ങനെ ഓരോ കളിയിരിക്കുക. ഞങ്ങൾ തമ്മിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഷീസ് എ റിയൽ വൺ. അങ്ങനെ ഞങ്ങളിങ്ങനെ വീണ്ടും ഇങ്ങനെ കുറേ ഇതൊക്കെ എടുത്ത്, അപ്പോൾ അവിടെ ഒരു മയിലൊക്കെ വന്ന് അങ്ങനെ അതിനെ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പോകാൻ സമയമായി. ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഭവങ്ങളായിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞാൻ കടന്നു കുളിച്ചു. ഇനി കസിൻ്റെ വീട്ടിൽ കൂടാൻ പോവാ. കുറേ കാലം ഇങ്ങനെ ചേച്ചിൻ്റെ കൂടെ വണ്ടിയിലൊക്കെ പോയി ചായക്കൂട്ടൽ വാങ്ങാനുള്ള പോക്കാണ് ഇതെന്ന് പറഞ്ഞു പോകുന്ന. അങ്ങനെ ഇവിടെ അടുത്തൊരു കടയിൽ വന്നിട്ട് കുറച്ച് ചായക്കൂട്ടലും കാര്യങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് വീട്ടിൽ പോയി കഴിക്കാൻ. ഞങ്ങൾ രണ്ടാളും കുറേ ആയില്ല ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഇതിലാണ്. ഇതൊക്കെ വാങ്ങിയിട്ട് നേരെ പോകുന്നത് ചേച്ചീൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. ഇന്ന് അവിടെയാണ് സ്റ്റേ. അവിടെ എത്തിയിറങ്ങി ഇതാ വിളക്കൊക്കെ വെക്കുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുന്നേരം നോക്കിയിരിക്കുന്നായിരുന്നു മിസ്റ്റർ. പിന്നെ ഒരു കല്യാണപ്പുര പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കല്യാണപ്പുര പോയി ഒരു ബിരിയാണി, കല്യാണത്തിനൊക്കെ പോയി വന്നു. നല്ല ബിരിയാണി അല്ലേ, അത് കഴിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നു. ഇനി നമ്മൾ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏതാ സിനിമ? മുമ്പ് കണ്ടിട്ടൊക്കെ വരാം, എന്നിട്ട് ഞാൻ പറയാം. നമുക്ക് സിനിമയ്ക്ക് പോകാം. ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുക്കാനൊരു കുഴപ്പമില്ല, വലിയ ഇടങ്ങാറൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങോട്ടാ പോകുന്നത്, സിനിമയ്ക്ക്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് കരിങ്കാളിയൊക്കെ കളിക്കുന്നു. അങ്ങനെ ചിരിച്ചിരിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ കൂട്ടാനുള്ള കാറ് വന്നത്. ഏട്ടൻ കാറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പോകുന്നേരം അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാന്താരയ്ക്ക് പോവുകയാണ്. പിന്നെ കുറേ പോകുന്ന വഴിക്ക് കുറേ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടിയിലിരുന്ന് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. അവിടെയാണെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. 10:30 ഷോയ്ക്കാണ് പോയത്. എന്നിട്ടും തിരക്കുണ്ടായിരുന്നു. ഇന്റർവെല്ലിൻ്റെ അഗെയിൻ ഫോണൊക്കെ എടുത്ത് നല്ല രസമുണ്ട്, ഇഷ്ടമായി. പിന്നെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെ പറ്റി തന്നെയായിരിക്കും ഇങ്ങനെ. പിന്നെ വീണ്ടും ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ സമയം 1:50 പോയി കിട്ടുന്ന പറഞ്ഞേട്ടോ. നല്ല രസമുണ്ട് സിനിമ, ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കണ്ട് കുത്തുന്നത് ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞ് കിടന്ന് ഉറങ്ങട്ടെ. ശരി, ബൈ. അപ്പോൾ ശരി, ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് നാളെ ലേറ്റ് ആയിട്ട് എണീക്കണം. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.